തമ്പാനൂർ ശാന്തയ്ക്ക് ഇയാളേക്കാൾ എത്രയോ അന്തസ്സുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൂടെ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ സ്ഥിരം യാത്രക്കാരെ മാടി വിളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാം. പലപ്പോഴും പോലീസ് അവരെ ചൂരൽ കൊണ്ട് അടിച്ചോടിക്കുന്നത് കണ്ടിട്ടുണ്ട്. തമ്പാനൂർ ശാന്ത എന്നാണ് അവർ അറിയപ്പെടുന്നത്. മെത്രാന്മാരെ ഹിസ് ഗ്രേസ് എന്നൊക്കെ പറയുന്നത് പോലെ ടമാർ പടാർ തമ്പാനൂർ ശാന്ത. മെത്രാന്റെ കയ്യിൽ അംശവടി ഉണ്ടെങ്കിൽ ശാന്തയുടെ കയ്യിൽ മണിപ്പേഴ്സുണ്ട്. ചെയ്യുന്ന പണിക്ക് ശാന്തയും കാശ് മേടിക്കും, മെത്രാനും മേടിക്കും. പക്ഷേ മെത്രാൻ മേടിക്കുന്നതിനെ കൈമുത്ത് എന്ന് പറയും. വന്നു നിൽക്കുമ്പോൾ ശാന്ത ആദ്യം പറയും 500 തന്നാൽ കൂടെ വരാമെന്ന്. ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ശാന്ത തൻ്റെ റേറ്റ് കുറച്ച് 300 ആണെങ്കിൽ കൂടെ വരാം എന്ന് പറയും. എന്നിട്ടും ആരും വിളിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ 250 തന്നാൽ വരാം എന്ന് പറയും. എന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്തുകൂടെ പോകുന്നവരുടെ കയ്യിൽ ചെന്ന് പിടിച്ചിട്ട് അണ്ണാ എന്തെങ്കിലും തന്നാൽ മതി പോകാമെന്ന് പറയും. അതാണ് തമ്പാനൂർ ശാന്ത. ശാന്ത ഈ പണി ചെയ്യുന്നത് താല്പര്യമുണ്ടായിട്ടല്ല, വിശപ്പ് മാറ്റുന്നതിനും തളർന്നു കിടക്കുന്ന ഭർത്താവിനും പ്രായമായ അമ്മയ്ക്ക് ചിലവിന് കൊടുക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഇതിനേക്കാളും മ്ലേച്ഛമായ രീതിയിൽ ആത്മീയതയെയും ക്രിസ്ത്യാനിറ്റിയെയും വിഭജിച്ച് വഴിയിലിറങ്ങി എന്നെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകിനടാ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൂതാശ തൊഴിലാളിയുണ്ട് അങ്ങ് തലശ്ശേരിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടിക്കാണും. ആദ്യം റബ്ബറിന് 300 രൂപ തന്നാൽ കേന്ദ്ര സർക്കാരിനെ എന്തോ ചെയ്യാമെന്ന് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞത് നാം കേട്ടതാണ്. കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു എംപിയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. പക്ഷേ ആരും ഇയാളെ എന്ന് മൈൻഡ് ചെയ്തില്ല. പോടാ പോയി കുർബാന കളികളാ എന്ന് താറ്റി വിട്ടു. കഴിഞ്ഞ ദിവസം ഒരു 50 രൂപ കുറച്ച് അടുത്ത പാർട്ടിക്ക് വേറൊരു ഓഫർ കൊടുത്തു. 300 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ വിഷമമായി പോയല്ലോ. വേണ്ട, 50 കുറയ്ക്കാം. നിങ്ങൾ പറഞ്ഞ 250 തന്നാ മതി. തരുമെങ്കിൽ നിങ്ങളുടെ ഈ യാത്ര ഐതിഹാസിക യാത്രയാണ്. അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ചങ്കോ 2 ചങ്കോ ഉണ്ടായിക്കോട്ടെ, മുഖ്യമന്ത്രി നെഞ്ചെ കൈവച്ച് പറയണം, അല്ലയോ കർഷകരെ, നിങ്ങൾക്ക് ഞാനാണ് വാഗ്ദാനം ചെയ്തത് റബ്ബറിന് 250 രൂപ വില തരുമെന്ന്. നിങ്ങൾക്കും ഞങ്ങൾ വോട്ട് തരാൻ തയ്യാറാണ്. നാളെ 200 രൂപ തന്നാൽ അപ്പ എന്ന് വിളിക്കാമെന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ലെവൽ അതാണ്. ഇയാളുടെ ഈ പ്രസംഗം ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെവിക്കൊള്ളുമോ? ഗതികെട്ട് തമ്പാനൂർ ശാന്തയെ ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോയാലും ഇയാളെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഇല്ല. യൂസ്ലെസ് മെത്രാൻ എന്നാണ് തലശ്ശേരിക്കാർ ഇയാളെ വിളിക്കുന്നത്. ഇനി വയനാട്ടിൽ ഒരു യുവാവിനെ കടുവ കടിച്ചു വന്ന സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുക. ലോറി ഡ്രൈവർ ഉത്തരവാദിയാണ്, കേസെടുക്കും. കടുവ തിന്നാൽ ആരാണ് ഉത്തരവാദി? പ്രിയപ്പെട്ടവരെ, കടുവ തിന്നതിന് ഉത്തരവാദി ഒരാളേ ഉള്ളൂ. ഈ നാട്ടിലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വയനാട് DFOയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അദ്ദേഹത്തെ നിയമത്തിന്റെ വഴികളിലൂടെ തുറുങ്കിലടയ്ക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് സുരക്ഷയുണ്ടാവുകയുള്ളൂ എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. വന്യമൃഗമായ കടുവ ഒരു മനുഷ്യനെ കൊന്നതിന് വയനാട് DFOയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ തന്റെയൊക്കെ മടത്തലമ്മമാരെ കിടത്തിൽ തട്ടിയിടുമ്പോൾ ബിഷപ്പിനെ ധാർമ്മിക ഉത്തരവാദിത്വം വെച്ച് അറസ്റ്റ് ചെയ്യണ്ടേ? വേണ്ടടോ മെത്രാനെ, യഥാർത്ഥത്തിൽ തന്റെയൊക്കെ പണി എന്താണ്? ഈ കത്തോലിക്ക സഭയുടെ തലശ്ശേരി രൂപതയിലെ കൂതാശ തൊഴിലാളിയാണെങ്കിൽ താൻ ആ പണി ചെയ്താൽ പോരെ? താൻ തന്റെ സമുദായക്കാരെ നന്നാക്കാൻ നോക്കിയാൽ പോരെ? റബ്ബറിന് വില കൂട്ടാനും MBA ഉണ്ടാക്കാനും തന്നെ ആരാ ഏൽപ്പിച്ചത്? താൻ പറഞ്ഞാൽ തൻ്റെ പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന പട്ടി പോലും കേൾക്കുമോ? രാഷ്ട്രീയം കളിക്കാനും മറ്റും ഇവിടെ അതിന് പ്രാപ്തിയുള്ളവരുണ്ട്. തനിക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ആ ലോഹ ഊരിക്കളഞ്ഞ് രാഷ്ട്രീയത്തിലിറങ്ങുക. 2 പണിയും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. ഇനി ഈ മെത്രാനെ കുറിച്ച് തലശ്ശേരി രൂപതയിലുള്ള ജോർജ് എന്ന വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുക. ഈ പുള്ളി ഈ പണമുള്ളവനെ എന്നാ പറഞ്ഞ ഇതുപോലെ ഒരു വൃത്തികെട്ട മനുഷ്യന്മാരല്ല. കാരണം തലശ്ശേരി രൂപതയിൽ 90% ആൾക്കാർക്ക് ഈ പുള്ളിയെ കാണിക്കില്ല തലശ്ശേരി രൂപതയില്. അപ്പൊ പുള്ളി എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ അധികാരം വേണം. പുള്ളി അപ്പൊ ഈ കർത്തനാളിന്റെ കളി കളിച്ച് പുള്ളി ഒന്ന് കർത്തനാളാകാൻ വേണ്ടി നോക്കി. പക്ഷെ നടക്കുകയല്ലെങ്കിൽ കണ്ടപ്പോ അടുത്ത പ്ലേറ്റ് പിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനപിന്തുണ വന്നോട്ടോ. അതിനു വേണ്ടി കളിച്ചൊരു കളിയാണിത്. തന്നെയല്ല, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തൊട്ടില്ലാത്തൊരു മനുഷ്യനല്ല.
പിന്നെ ചരിത്രം പറയുകയാണെങ്കിൽ കുറച്ചുണ്ട്. ഈ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ അടുത്താണ്, ഈ മണ്ഡലത്താണ്. ഒരു കൊലപാതക കേസിൽ പുള്ളിയാണ് അളിയൻ. തനിക്ക് തള്ളിയിട്ട് കൊന്നെന്നും പറഞ്ഞ് പണ്ടൊരു കേസുണ്ടായിരുന്നു. അതെല്ലാം ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് മുങ്ങിപ്പോയതാ. അത് മണ്ഡലത്ത് ആണ് അവരുടെ വീട്. ഈ ബിഷപ്പ് എന്ന നിലയിൽ ഇയാളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു? ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കാൻ ഇത്രയും വൃത്തിയായിട്ട ഒരു മനുഷ്യനില്ലെന്നാണ് ഈ കഴിഞ്ഞ പ്രസ്താവനയോടുകൂടി കോൺഗ്രസ്സുകാർ പുള്ളിക്കെതിരെ ഇവിടെ. ഇയാൾ ഇത്രയ്ക്ക് വന്നെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. കാരണം ഇയാളെ ഈ കോൺഗ്രസ് ആണല്ലോ ഈ സഭയിൽ എപ്പോഴും താങ്ങി നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം ഇയാളുടെ ഈ നിലപാടെന്ന് പറയുമ്പം ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാന്നുള്ള മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവില്ല. അപ്പൊ മനുഷ്യനായി ഇയാളെ അംഗീകരിക്കുന്ന ഇയാളൊരു ബിഷപ്പായിട്ട് ഇരിക്കേണ്ടവരാണ്. ഇയാൾക്ക് ഈ വെച്ചിട്ട് വല്ല രാഷ്ട്രീയത്തിലും ഭയപ്പെടുന്ന ഇയാൾ വിശ്വാസികളെ കയ്യിലെടുത്ത് കുറച്ച് കാത്തോലിക്ക പറഞ്ഞു കൊടുത്ത് പിള്ളന്മാരെ വിളിച്ച് ഇയാൾ ഈ കളിച്ചിട്ട് എന്തെങ്കിലും ഇവിടെ സഭ വളരാനോ അല്ലെങ്കിൽ ഈ ആൽക്കാനോ ഒന്നും അല്ലല്ലോ ഇത് പക്കാ കാശ് ഗുണ്ടായുസം അവിടെ ഉള്ളത് കൊണ്ട് ആ കൂടെങ്ങ് കൂടിയാക്കാന്ന് പുള്ളി വിചാരിച്ചേ. അപ്പൊ BJP-യുടെ ഫ്ലൈറ്റ് പോയപ്പോൾ പുള്ളിക്ക് ആകെപ്പാടെ പ്രശ്നം. അപ്പൊ ഇതെല്ലാം ഈ സ്വാധീനം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ സ്വാധീനം വരുമ്പോൾ ഇതെല്ലാം ഏത് ആത്മീയനും ഫ്ലൈറ്റുമായി തിരിക്കും. അതേ ഉള്ളൂ നിലനിൽപ്പാനുള്ള പ്രശ്നം. ഈ അന്വേഷണം വരരുത്, അതേ ഉള്ളൂ പ്രശ്നം. ഇവരുടെ സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും അന്വേഷണം വരരുത്. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് വൃത്തികെട്ട കളിക്കും ഇവർ പോകും. പിന്നെ തലശ്ശേരി രൂപതയിലെ ഒരു 60% അച്ഛന്മാർ തന്നെ ഈ പുള്ളിക്കെതിരാ. ഈ പുള്ളി പിതാവാന്റെ ആളല്ല. പുള്ളിയെക്കാളും പിന്നെ കഴിവും പിന്നെ സീനിയോറിറ്റിയുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഇയാള് പിന്നെ എങ്ങനെയായി? ഇയാളെ ഒരു സുപ്രഭാതത്തിൽ ഇയാളെ അത് ബിഷപ്പായിട്ട് പ്രഖ്യാപിക്കല്ലേ ഇത്. അധികാരം മറ്റേ പുള്ളിയും കൈമാറുമല്ലേ ഇത്. പുള്ളി അനങ്ങുന്നില്ലല്ലോ മറ്റേ കേരളക്കാരൻ. അങ്ങനെ പുള്ളിയുടെ എല്ലാ കേസും നിൽക്കാൻ വേണ്ടി പുള്ളി ഒരു അധികാരം അങ്ങ് കൈയാളി. അതാണ് ഇവരുടെ സ്വാധീനം എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ അച്ഛന്മാര് നമ്മളോടൊക്കെ സംസാരിക്കുന്ന പുള്ളിക്കെതിരാ സംസാരിക്കും. പക്ഷെ ഈ പുള്ളിനെ ആർക്കും കാണത്തില്ല. ഈ പുള്ളി ഒരു വല്ലാത്ത മനുഷ്യനാണ്. കാരണം ഈ പുള്ളി ഒരു നിലപാടില്ല. ഒന്നാമത്തെ പുള്ളി സഭ വളർത്താൻ ഇതൊന്നുമല്ല. പുള്ളിയുടെ നിലനിൽപ്പേ പുള്ളി നോക്കുന്നുള്ളൂ. അല്ലാതെ സഭ വളർത്തണമെന്ന് പുള്ളിക്ക് എന്നാ ഇത്ര നിർബന്ധം? പുള്ളിയുടെ കാശ് പുള്ളി നാട്ടുകാരെ കാശ് പുള്ളി സൂചിക്കുക, കോടികൾ ഉണ്ടാക്കുക, ആത്മാവിക്ക് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇക്കൂട്ടൊരു നെറുകെട്ട മനുഷ്യൻ പറയില്ല, നെറുകെട്ട മനുഷ്യൻ. അങ്ങനെ ഉണ്ടായിരുന്നു ഈ തലശ്ശേരി രൂപതയിൽ എന്തുമാത്രം അച്ഛന്മാർ ഈ പെണ്ണുകേസി പെട്ടെന്ന് ആർക്കേലും മേലെ ഒരു ആക്ഷൻ എടുക്കാൻ ഈ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞോ? കാരണം പുള്ളിയും ചെയ്യുന്ന പണി ഇതാ. രണ്ടാമത് ഈ റബ്ബർ എന്ന് പറയുന്നതിന്റെ കാരണം പുള്ളിക്ക് സ്വന്തം എസ്റ്റേറ്റാ. അതിന് വില കിട്ടിയാലല്ലേ പുള്ളിക്ക് ഉണ്ടാവുള്ളൂ. ബിഷപ്പേ, താൻ ഈ നായ്ക്കോലം കെട്ടി തെരുവിലിറങ്ങുമ്പോൾ കത്തോലിക്ക സഭക്കാർക്ക് മാത്രമല്ല എല്ലാ ക്രൈസ്തവർക്കുമാണ് നാണക്കേട് എന്നോർക്കുക. ഇന്ന് കത്തോലിക്ക സഭയെ ഏറ്റവും കൂടുതൽ നാറ്റിക്കുന്നത് മടങ്കുലുക്കി ഫ്രാങ്കോയും പിന്നെ താങ്കളുമാണ്. അതുകൊണ്ട് ഒരു പൊടിക്കടങ്ങ് മെത്രാനെ പൊടിക്കടങ്ങ്. തൻ്റെയൊക്കെ സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.